ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ദീർഘായുസ്സിനും മോക്ഷവും നൽകും നിർജ്ജല ഏകാദശി. ഈശ്വരകൃപയാൽ 7 ജന്മ പാപമോചനം. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണ ഒരു ശുക്ലപക്ഷത്തിലെ ഏകാദശിക്ക് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. ഇതിനെയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. നിർജ്ജല ഏകാദശി ദിനത്തിൽ നമ്മൾ എങ്ങനെയാണ് പൂജാരീതികൾ ചെയ്യേണ്ടത്? രാവിലെ കുളിച്ച് സൂര്യദേവന് അർഘ്യം അർപ്പിക്കുക. അതിനുശേഷം മഞ്ഞ വസ്ത്രം ധരിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ച് വ്രതാനുഷ്ഠാനങ്ങളങ്ങ് ആരംഭിക്കുക. മഞ്ഞപ്പൂക്കളും പഞ്ചാമൃതവും തുളസീദളവും മഹാവിഷ്ണുവിന് സമർപ്പിക്കുക. കൂടാതെ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും മന്ത്രങ്ങളൊക്കെ ജപിക്കുക. അടുത്ത ദിവസം സൂര്യോദയം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കരുത്. അടുത്ത ദിവസം, അതായത് ദ്വാദശി തിഥിയിൽ കുളിച്ച് ശ്രീഹരിയെ വീണ്ടും പൂജിച്ച ശേഷം ഭക്ഷണവും വെള്ളവും കഴിച്ച് നമുക്ക് വ്രതം മുറിക്കാം. ഒരു വർഷത്തിനുള്ളിൽ ആഘോഷിക്കപ്പെടുന്ന 24 ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. നിർജ്ജലം എന്നാൽ തന്നെ അറിയാം, വെള്ളമില്ലാതെ ഉപവസിക്കുക, ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതിരിക്കുക. എല്ലാ ഏകാദശികളിലും വെച്ച് ഏറ്റവും കഠിനമായ ഒരു വ്രതങ്ങളിലൊന്നാണ് നിർജ്ജല ഏകാദശി. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭക്ഷണം, ചെരുപ്പ്, വസ്ത്രം, ഇരിപ്പിടം, കുട, തൂവലുകൾ, പഴങ്ങൾ ഇവയൊക്കെ നമ്മൾ കഴിവിനനുസരിച്ച് ദാനം ചെയ്യുക. ഈ ദിവസം ജലപാത്രം ദാനം ചെയ്യുന്ന ഭക്തർക്ക് വർഷം മുഴുവനും ഏകാദശിയുടെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം.